ഇപ്പോഴങ്ങനെ വായിക്കുന്ന ആളുകളുണ്ടാവും, ഉണ്ട്. ഈ 3000 കവികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പുസ്തകം വാങ്ങിച്ചാൽ തന്നെ 3000 കോപ്പി തീരുമായിരുന്നു അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും വായിച്ച 2000 കോപ്പി എന്തായാലും തീരുമായിരുന്നു. എന്നിട്ട് അതവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ തങ്ങളിൽ വായിക്കുന്നില്ല എന്നുള്ളതാണ്. മുമ്പ് അങ്ങനെ അല്ലായിരുന്നല്ലോ അവർ, തങ്ങളിൽ വായിക്കും. ഇപ്പോൾ കുരിപ്പുഴ ശ്രീകുമാറിൻ്റെ ഇന്ന് വായിച്ച കവിത എന്നൊരു സെഗ്മെൻ്റ് ഉണ്ട്, ഒരു നിത്യേന. അദ്ദേഹം അന്ന് വായിക്കുന്ന ഏറ്റവും നല്ല കവിത, പുതിയ തലമുറയിലെ കവികളുടെ കവിത അദ്ദേഹം പോസ്റ്റ് ചെയ്യും. ഇന്ന് വായിച്ച കവിത പഴയ തലമുറയിലേതും പോസ്റ്റ് ചെയ്യും. അദ്ദേഹത്തെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ സന്ത സഹചാരി എന്നോ അല്ലെങ്കിൽ പിൻഗാമി എന്നൊക്കെ പറയാവുന്ന വിനോദ് വെള്ളായണി എന്നൊരു കവി തിരുവനന്തപുരത്തുള്ള, അദ്ദേഹം ആഴ്ച കവിത എന്ന പേരിൽ ഓരോ ആഴ്ചയിലും ഇഷ്ടപ്പെട്ട കവിതകൾ അച്ചടിച്ച് വരുന്നതിലും അല്ല വായിക്കുന്നതിലും നല്ലതെന്ന് തോന്നുന്ന കവിതകൾ ഇങ്ങനെ ഇടുമായിരുന്നു. കുരിപ്പുഴ അത് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ പുതിയ തലമുറയെ നന്നായി വായിക്കുന്ന, അതുപോലെ തന്നെ ഈ പ്രഭാവർമ്മ സാറും ഇവരെല്ലാം പുതിയ തലമുറയെ വായിക്കുന്നവരാണ്. അവർക്കറിയാം എങ്ങനെയൊക്കെയാണ് എഴുതുന്നതൊക്കെ അറിയാം. കടമ്മനിട്ടയും അയ്യപ്പനും നല്ല വായനക്കാരനാണെന്ന് പലർക്കും അറിഞ്ഞുകൂടാ. അവർക്ക് ഇങ്ങനെ നടക്കുന്നതിനിടയിൽ എവിടെ സമയമെന്നാണ് ചോദിക്കുന്നത് പലരും. പക്ഷേ അവർ രണ്ടുപേരും നല്ല വായനക്കാരായിരുന്നു. മാത്രമല്ല ഈ കടമ്മനിട്ട അങ്ങനെ വായിച്ചതിൻ്റെ പ്രത്യേകത കൊണ്ടാണ് അദ്ദേഹം കുറച്ചേ എഴുതിയുള്ളൂ എന്നുള്ളതാണ്. കടമ്മനിട്ടയെ ജനം അംഗീകരിക്കുന്നത് എഴുതിയത് കൊണ്ട് മാത്രമല്ല, ചില സന്ദർഭങ്ങളിൽ എഴുതാതിരുന്നത് കൊണ്ടും കൂടിയാണ്. എഴുതാൻ മാത്രമല്ല ഒരു കവിക്ക് ചങ്കൂറ്റം ഉണ്ടാവേണ്ടത്, ചില സമയത്ത് എഴുതാതിരിക്കാനും തോന്നണം. കവിത എഴുതുക എന്നുള്ളത് പോലെ തന്നെ, ഞാൻ എൻ്റെ ഒരു പുസ്തകത്തിൻ്റെ ആമുഖം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: കവിത എഴുതുക എന്നുള്ളത് പോലെ തന്നെ സർഗാത്മക പ്രക്രിയയാണ് കവിത എഴുതാതിരിക്കുക എന്നുള്ളതും ആണ് എൻ്റെ ഏറ്റവും വലിയ കാര്യം. ഇപ്പോൾ സത്യം പറഞ്ഞാൽ തങ്ങളിലുള്ള വായന കുറഞ്ഞു. ഒരുപക്ഷെ പഴയ ഈ ഫോണൊക്കെ വന്നിട്ട് പോലും പഴയ ഒരു ഇഴയെടുപ്പും എഴുത്തുകാർ നിങ്ങളിലുണ്ടോ എന്നുള്ളത് നമുക്ക് ആലോചിക്കേണ്ട ഒരു വിഷയമാണ് അത്. പ്രിയപ്പെട്ടവർ, ഞാൻ എൻ്റെ ഏറ്റവും പുതിയ കവിത ചൊല്ലാം. ചായനശാല. അതൊരു വായനശാലയുടെ നേരെ എതിരെ തിക്കപ്പുഴയിൽ ടാഗോർ ലൈബ്രറി എന്നൊരു ലൈബ്രറി ഉണ്ട്. വർഷങ്ങളുടെ പഴക്കമുള്ള ലൈബ്രറിയാണ്. ആ ലൈബ്രറിയുടെ തൊട്ടെതിരെ ഒറ്റമുറി ചായക്കടയുണ്ട്. അവിടെ സുമതിയക്കൻ എന്ന് പറയുന്ന ഒരാളാണ് ആ ചായക്കട നടത്തുന്നത്. എന്നുവെച്ചാൽ അവർ ഉറൂബിൻ്റെ രാച്ചിയമ്മയ്ക്ക് വിയറ്റ്നാം കോളനിയിലെ പട്ടാളം മാധവിയമ്മയിലുണ്ടായ ഒരു രൂപമാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിരിക്കണം അവരുടെ ഒരു തൻ്റെ ഇടം എത്രമാത്രമായിരിക്കും എന്നുള്ളത്. അങ്ങനെ ഒരു സ്ത്രീയാണ്. മുറുക്കാൻ ഇങ്ങനെ ചവയ്ക്കും, ഇങ്ങനെ ഒലിക്കുമ്പോൾ രണ്ട് പേരുണ്ട് ഇങ്ങനെ തുടച്ച് ആളോട് സംസാരിക്കും. ഞാൻ മിക്കവാറും അവിടെ ചായ കുടിക്കാൻ പോകും. ഒരിക്കൽ ചെന്ന് ഒരു വിത്തൗട്ട് ചായ എന്ന് പറയുമ്പോൾ ഇത്ര കൊച്ചിലെ ഷുഗറൊക്കെ തുടങ്ങിയോ എന്നൊക്കെ ചോദിച്ച് കളിയാക്കും. ആരാണെന്നൊന്നുമില്ല, ആരോടും സ്നേഹപൂർവ്വം സംസാരിക്കും, ആരോടും എതിർക്കും. അവരോട് തിരിച്ചെങ്ങനെയോ അങ്ങനെ തന്നെ തിരിച്ച് പെരുമാറും. അങ്ങനെ ഇരിക്കുന്ന ആ അമ്മ ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ നോവൽ വായിക്കുകയാണ്, ഷാജികുമാറിൻ്റെ നോവൽ വായിക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, നോവലൊക്കെ വായിക്കുമോ എന്ന് ചോദിച്ചു. പറഞ്ഞു, നിങ്ങളുടെ അത്ര ഇല്ലെങ്കിലും നമ്മളും ചെറുതായിട്ടൊക്കെ ലൈബ്രറിയിൽ നിന്ന് വായിക്കും സാറേ പറഞ്ഞു. അപ്പോഴാണ് ഈ നമ്മുടെ ചില ധാരണകളുണ്ട്, ഇന്ന ആൾക്ക് ഇന്നയൊക്കെ പറഞ്ഞിട്ടുള്ളൂ എന്ന്. അതിനെയൊക്കെ പൊളിച്ചെഴുതുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. എല്ലാത്തരം കെട്ടിയടക്കലുകൾക്കും അപ്പുറം നിൽക്കുന്ന ചില ബൗദ്ധിക ശേഷിയുള്ള ആളുകളുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്നവരെക്കാൾ പ്രതീക്ഷിക്കാത്തവരാണ് നല്ല വായനക്കാരെന്നുള്ള തിരിച്ചറിവ്. ആ വാക്ക് സ്വയം അറിവായും പൊരുളായും മാറുന്നതിൻ്റെ ഒരു ദർശനമാണ്. പനയന്നാർ കാവിലമ്മ ഇരിക്കുന്ന കരളാണ് എന്നവർ പറയും ഇടയ്ക്കിടയ്ക്ക്. ആ പനയന്നാർ കാവിലമ്മ എന്ന് പറയുന്ന വാക്കിൻ്റെ ദേവതയായിട്ടാണ് അവർ പറയുന്നത്. ആ വാക്കിൻ്റെ ദേവതയായി തന്നെ മാറുന്ന ചില സന്ദർഭങ്ങളും ഉണ്ടാകാമല്ലോ. അങ്ങനെ ഉള്ളൊരു കവിതയാണ് ചായനശാല. ഞാൻ ജോലി ചെയ്യുന്ന പരുമല ദേവസ്വം ബോർഡ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അടുത്താണ് ഈ പറയുന്ന ലൊക്കേഷനൊക്കെ. തിക്കപ്പുഴ മുക്കിലൊരു ചായക്കട നടത്തുന്ന പച്ചിരുമ്പിൻ നിറമുള്ള സുമതിയക്കൻ, വെറ്റിലയിൽ നിലാവിൻ്റെ ഇറ്റു ചുണ്ണാമ്പുമായി കൂട്ടി 10 വട്ടം മുറുക്കുന്നൊരഴകിയക്കൻ, പുത്തരി അംഗത്തിനുണ്ണിയാർച്ച എന്ന പോലെ അവൾ ഒറ്റമുറിക്കടയ്ക്കുള്ളിൽ നിവർന്നു നിൽക്കും. വൃശ്ചിക ചന്ദ്രനെ പോലും പപ്പട ബോളികൾക്കൊപ്പം കൊച്ചുവട്ടിക്കുള്ളിലിട്ടു വിസ്മയിപ്പിക്കും.
ചുണ്ടിലൂടെ ഒലിക്കുന്നൊരന്ത്യവെട്ടത്തിനെ തൻ്റെ 2 വിരൽ തുമ്പുകൊണ്ട് തുടച്ചെടുക്കും. കൊച്ചു കുഞ്ഞുങ്ങളെ തൊട്ടു മുതുക്കരെ വരെ അവൾ ഒറ്റ നോട്ട ക്യാമറയിൽ ഒപ്പിയെടുക്കും. അറ്റ കൈക്കൊരു ഉപ്പുതേക്കാ കിഴവി എന്നാരെങ്കിലും പറ്റുകാശു ചോദിക്കുമ്പോൾ പഴി പറഞ്ഞാൽ നിന്റെ കഴുത്തറുത്തു ഞാൻ ഉപ്പുതേച്ചു തരാമെടാ എന്നുറുമിയെടുത്തവൾ തിരിച്ചു വീശും. കടയുടെ മുന്നിലുള്ള നെടുമ്പലകയിലിരുന്നൊരു വിത്തൗട്ടെന്നു ചൊന്നു ചിരിക്കുന്നേരം സാറിന് ഇത്ര ചെറുപ്പത്തിൽ ഷുഗറോ എന്നൊരു കളിവാക്കിനാൽ എന്നകക്കാമ്പിന്നറ തുറക്കും. ഒറ്റയാൾ പട്ടാളം എന്നൊരിരട്ടപ്പേരിനെ പോലും ഒറ്റവെട്ടാൽ ഒടുക്കിക്കൊണ്ടവളോ നിൽക്കേ കുറ്റിമുല്ലക്കാട് പൂത്തു നിറഞ്ഞു പോയ ആകാശത്തിൽ പച്ചമണ്ണിൽ പുതുമഴ നർത്തനം ചെയ്തു. പമ്പയാറിന് അരക്കെട്ടിൽ അണിയിക്കാൻ അരഞ്ഞാണം കൊണ്ടുവന്ന ധനുരാവ് പുളകിച്ചുപോയി. പമ്പയാറിന് അരക്കെട്ടിൽ അണിയിക്കാൻ അരഞ്ഞാണം കൊണ്ടുവന്ന ധനുരാവ് പുളകിച്ചുപോയി. പനയന്നാർക്കാവിൽ അമ്മ കുടികൊള്ളും കരളാണെന്നിടയ്ക്കിടെ അവൾ എന്നോട് ഉറക്കെ ചൊല്ലും. കപട കുങ്കുമം പൂശി നടക്കുന്ന കുടിലതകളെയൊക്കെ കണക്കറ്റു പരിഹസിക്കും. ഇന്നലെയ കടയിൽ ഞാൻ എത്തിയതും ചായ എന്നോ 2 വട്ടം പറഞ്ഞതും അറിഞ്ഞിടാതെ PV ഷാജികുമാറിൻ്റെ നോവൽ വായിച്ചിരിക്കുന്നു ചായപ്പാനിക്കരികിലായി കലക്കൻ ലുക്കിൽ. കൺമിഴിച്ചു പൊടുന്നനെ എന്നെ നോക്കി ചെറുചിരി മിന്നി നിൽക്കും മുഖത്തോടെ പറഞ്ഞു മെല്ലെ, നിങ്ങളത്ര ഇല്ലെങ്കിലും ഇടയ്ക്കൊക്കെ ലൈബ്രറിന്ന് ഞങ്ങളും വായിക്കും സാറേ ഇച്ചിരിയൊക്കെ. കഷ്ടജീവിതത്തിൻ പെരും പുസ്തകത്തിനകം കണ്ട കൊച്ചു കണ്ണിൻ തിളക്കമെന്നിരുട്ടെരിച്ചു. അല്പനേരം കഴിഞ്ഞപ്പോൾ കൗതുകത്താൽ പുസ്തകത്തിൻ ഉൾത്തളത്തിൽ ഒളി കണ്ണിട്ടൊട്ടു നോക്കുമ്പോൾ അക്ഷരങ്ങൾ അനവധി വർണ്ണചിത്രശലഭങ്ങൾ അസ്തമിക്കാവചസിൻ്റെ വസന്തകാലം. അല്പനേരം കഴിഞ്ഞപ്പോൾ കൗതുകത്താൽ പുസ്തകത്തിനുൾത്തലത്തിൽ ഒളി കണ്ണിട്ടൊട്ടു നോക്കുമ്പോൾ അക്ഷരങ്ങൾ അനവധി വർണ്ണചിത്രശലഭങ്ങൾ അസ്തമിക്കാവചസിൻ്റെ വസന്തകാലം. കുടകപ്പാലകളിൽ നിന്നൊലിക്കുന്ന കവിത തന്മദഗന്ധം മുടിക്കെട്ടിലണിഞ്ഞുകൊണ്ടേ. കുടകപ്പാലകളിൽ നിന്നൊലിക്കുന്ന കവിത തന്മദഗന്ധം മുടിക്കെട്ടിലണിഞ്ഞുകൊണ്ടേ. സുമതി തൻ കരൾ കോവിൽ തുറന്നിറങ്ങുന്നു പരമ്പൊരുളായ പനയന്നാരമരുമമ്മ. പ്രപഞ്ച പുസ്തകത്താളിന്നിതളുകൾ മറിക്കുന്നു, പുതുപൊടിപ്പുകളെ ചേർത്തുമ്മ വയ്ക്കുന്നു. ചെറുചായക്കടയിൽ നിന്നിടങ്കയിൽ നാന്തകത്തിനിളക്കവും ചിലങ്കപ്പൊൻ കിലുക്കവുമായി മറയില്ലാ വാക്കിറങ്ങി ഉറഞ്ഞു തുള്ളുവതു കണ്ട് ഒരു നാടു മുഴുക്കനെ വിസ്മയിക്കുന്നു. ചെറുചായക്കടയിൽ നിന്നിടങ്കയിൽ നാന്തകത്തിനിളക്കവും ചിലങ്കപ്പൊൻ കിലുക്കവുമായി മറയില്ലാ വാക്കിറങ്ങി ഉറഞ്ഞു തുള്ളുവതു കണ്ടൊരു നാടു മുഴുക്കനെ വിസ്മയിക്കുന്നു. ഇതാണ് ആ വിസ്മയത്തിൻ്റെ ചായനശാല.